നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കുറച്ച് ദിവസമായി ഞാൻ ഒട്ടും മെന്റലി ഓക്കെ അല്ലെന്നില്ല. നിന്നോട് ഞാനൊന്നും വിളിക്കില്ല, പക്ഷെ അത് എന്തുകൊണ്ടാണ് തുറന്നു പറയാനുള്ള കറക്റ്റ് ടൈം ഇപ്പോഴല്ല. എനിക്കൊരു വലിയ കടമ നിറവേറ്റാനുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഒരു പിൻവിളിപ്പാണില്ലാത്ത തരം തയ്യാറെടുപ്പ്. സോ ഐ എം ഹൈഡിങ് ഇറ്റ് ഫ്രം യു നൗ. ഞാൻ തിരികെ വരും, ഐ പ്രോമിസ് യു. നീലാംബരി അമ്പരം നിന്ന് പോയി. ഈ ഉണ്ണിയേട്ടാ, എന്തിനുള്ള പുറപ്പാണ്, എനിക്ക് പേടിയാകുന്നുണ്ട് കേട്ടോ. എന്തൊരു വർത്താനം ഇത്, ഒരുമാതിരി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പറയുന്ന ഡയലോഗല്ലേ ഈ പറഞ്ഞ്. ആനവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. നില, നിനക്കെന്റെ പ്രണയം കേൾക്കണ്ടേ? പറയാമെന്ന് പറഞ്ഞ് ഞാൻ കുറെ നാളായി പറ്റിക്കല്ലേ നിന്നെ, അല്ലേ? പറ്റിക്കാം, എനിക്കറിയാം. ഒരു ഐ ലവ് യു പറയാൻ ഈ ജന്മം മുഴുവൻ വേണമെന്ന് മാത്രം പറയരുത്. വെറും ഒരു ഐ ലവ് യുയിൽ ഒതുങ്ങുന്നതല്ല ഈ ജാനില പ്രണയം. അത് എഴുതപ്പെട്ടതാണ്. തന്റെ പ്രണയത്തിനും പ്രാണനും വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരുവന്റെ കയ്യാൽ പണ്ട് എഴുതപ്പെട്ടതാ നമ്മുടെ പ്രണയം. നമ്മൾ മരിച്ചും മണ്ണടിഞ്ഞാലും അവന്റെയും നമ്മുടെയും പ്രണയം എന്നും ഈ ഭൂമിയിൽ നിലനിൽക്കും പെണ്ണേ. ഒന്നും മനസ്സിലാവാതെ അവളവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, എനിക്കൂടി വായിക്കാൻ തരും ഉണ്ണിയേട്ടാ? അവനൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തുറന്നു. ഇല്ലെന്നില്ല, ഒരാളുടെ കയ്യാൽ എഴുതപ്പെട്ട വരികൾക്ക് മറ്റൊരുവന്റെ നാവാൽ ജീവൻ പകർന്നു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ സുഖം മറ്റെന്താണെന്നില്ല. നമ്മുടെ പ്രണയം നിനക്ക് ഞാൻ പറഞ്ഞെന്നാ പോരെ. നിന്നോടുള്ള എൻ്റെ പ്രണയം ഞാൻ പോയി വന്ന ശേഷം നീ അറിയും. മതി. പിന്നെ എന്തോ പറയാനുള്ള ഭാവമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കേൾക്കാനെന്ന പോൽ അവൻ അവളെ നോക്കിയൊന്ന് മൂളി. അതെ, ഇവിടെയുള്ള എല്ലാവരും ക്ഷേത്രത്തിൽ പോവാം. ഗ്രാൻമയും ഗ്രാൻഡ്പയും ഉണ്ണിയോട് പറയാൻ പറഞ്ഞു. വൃശ്ചികമാസം തുടങ്ങിയല്ലേ നാളെ. ഇന്ന് വൈകുന്നേരം യാത്രയ്ക്കാനാണ് പ്ലാന്. ഞാനും പൊക്കോട്ടെ, ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടത്രേ. ജാന്റെ മുഖം ഒന്ന് ചുളിഞ്ഞ്. ആരൊക്കെയാ പോകുന്നത്? ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ, ഞാൻ. ശ്രീയമ്മയും ശിവച്ചനും വരില്ല. അപ്പച്ചന്റെ കാര്യങ്ങൾ രാധികാന്റി ഏൽപ്പിച്ചിട്ട് അച്ഛമ്മയും വരുന്നുണ്ട്. പിന്നെ ആ മാധവിയാന്റി ഉണ്ടെന്ന് തോന്നുന്നു. ആവേശത്തോടെ പറയുമ്പോൾ അവളിലെ സന്തോഷ കണ്ണുകളിൽ പ്രകടമായിരുന്നു. പക്ഷെ മാധവിയെ നേട്ടതും ജാന്റെ മുഖം കൂടുതൽ കൂർത്തു. അവരുണ്ടെങ്കിൽ നീ പോകേണ്ടതില്ല, ഞാൻ വിടില്ല. അവളിൽ നിന്ന് അകന്നു മാറിയ ശേഷം ധരിച്ചിരുന്ന ബ്ലാക്ക് ഷർട്ടിന് മുകളിലൂടെ ഒരു ലോങ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് ജാൻ പറഞ്ഞു, എന്താ ഉണ്ണിയേട്ടാ, എനിക്ക് ബോറടിക്കുക ഈ വലിയ വീട്ടിൽ. ഉണ്ണിയേട്ടൻ എവിടെയോ പോകാൻ പോവില്ലേ പ്ലീസ്? ഒന്നാമത് കാവ്യം കിരണേട്ടനെ എപ്പോഴും കറക്കാം. അവരെ ഹണിമൂൺ ആഘോഷിക്കാൻ തിരക്കില്ല. ഇവിടെ ഒരാൾക്ക് അതിൻ്റെ വല്ല ചിന്തയുണ്ടോ? എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പണിയുമില്ല. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനിവിടെ ഒറ്റക്കാവും. ഞാൻ കൂടി പൊക്കോട്ട് ഉണ്ണിയേട്ടാ. ആ മാധവിയാൻ്റെ പഴയ പോലെ എന്നോട് ഇപ്പോൾ വഴക്കിടാൻ വരാറില്ല, സത്യം. പ്ലീസ് ഉണ്ണിയേട്ടാ, പ്ലീസ്. യാത്ര പോകാനുള്ള കൊതിയുണ്ടല്ലേ, അല്ലാണ്ട് ഭക്തി മൂത്തിയിട്ടൊന്നുമല്ല. എപ്പോഴത്തെയും പോലെ കെഞ്ചി ചെക്കനെ കുപ്പിയിലാക്കാൻ നോക്കുവാണ് പെണ്ണ്. ഒപ്പം ഭാഗം നിന്നവന്റെ ദേഹത്തേക്ക് പോയി ഒട്ടി. അവന്റെ ഷർട്ടിന്റെ ബട്ടൺ തുറന്നെടുക്കുന്ന ഭാഗത്തുള്ള നെഞ്ചിന്റെ നഗ്നതയിൽ മുഖമിട്ട് ഉരച്ചും ചുണ്ടുകൂർപ്പിച്ച് മുത്തം കൊടുത്തും അവനെ വശത്താക്കുന്നുണ്ട്. ആദ്യമൊക്കെ മുഖം കടുപ്പിച്ച് നിന്നുവെങ്കിലും തന്റെ നിലാവിന്റെ ആഗ്രഹങ്ങൾക്ക് നോ പറയാൻ അവന് കഴിയാറില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിനെ സംഭവിച്ചു. നില, എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്നില്ല പെണ്ണേ. അതാ ഞാൻ പറഞ്ഞ പോകണ്ടാന്ന്. അല്ലാതെ നിന്നെ ഞാൻ ഇവിടെ തളച്ചിടാൻ നോക്കുന്നല്ല. നോക്ക്, ഈ ഒരു മാസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അതോടെ ഞാൻ ഫ്രീ ആവും. അതിനുശേഷം നിനക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാലും നിന്റെ ഉണ്ണിയേട്ടൻ കൊണ്ടുപോകും. അത് ഈ ഭൂമിയുടെ ഏത് കോണിലായാലും ശരി. അവൻ പറയുന്നതിലെ പൊരുളെന്ന് ചെയ്യാൻ അവൾ മെനക്കെട്ടില്ല. ഉണ്ണിയേട്ടൻ പേടിയാണ് എന്നെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിടാൻ. ആരെയും ഭയക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെന്ന് ഉണ്ണിയേട്ടനല്ലേ പറയാറ്. ഞാൻ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയല്ലേ, ഞാൻ ഇനി ആരെ ഭയക്കാനാ? ഒരു കാര്യം ചെയ്യും, എനിക്കൊരു തോക്കുതാ. എന്നെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്നാൽ ഞാൻ വെടിവെച്ചിടാം. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. മനസ്സുറന്നൊന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത വിധം തന്റെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു എന്ന് അവന് തോന്നി. പോയിക്കോ, പക്ഷെ നിന്റെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യണം, മനസ്സിലായോ? സ്വയം സൂക്ഷിക്കണമെന്നില്ല. ശരിയാ, നീ ജാന്റെ വൈഫാണ്. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് എനിത്തിങ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. യാത്രയിൽ മതിമറന്നിരിക്കരുത്. ഫോൺ എപ്പോഴും കയ്യിൽ കരുതുക. എന്തു വന്നാലും എന്നെയോ ഡാഡിയോ വിളിക്കാൻ ശ്രമിക്കുക. എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഞാൻ നിന്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട്, ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. എന്തോന്നാ ദൈവമേ ഇത്? ഞാൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ് പോകുന്നത്, അതിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് അന്താരാഷ്ട്ര തലത്തിൽ ശത്രുക്കളുണ്ടോ? ഇല്ലല്ലോ. ഉള്ളതൊക്കെ ഇവിടെ തന്നെയല്ലേ. അതും പേര് കേട്ടാ പോലും വോമിറ്റ് ചെയ്യാൻ തോന്നും. കാലി, മുകുന്ദൻ, ശശി. അതെ, നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങും കേട്ടോ. ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? സോ നീർക്കോലികളെ കാണുമ്പോൾ നിലവിളിച്ചുകൊണ്ട് ഓടാതെ ബുദ്ധി യൂസ് ചെയ്യ്. അത്രയും ഞാനും പറഞ്ഞുള്ളൂ. ഐ വാണ്ട് ടു മീറ്റ് ദി പീപ്പിൾ ഹു മെയ്ഡ് ദിസ് സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ശശിധരമാമി അനിരുദ്ധം വല്യമ്പൂരിയാ. നീലാംബരി ഒരു ചിരിയോടെ പറഞ്ഞു. അവനവിടെ മൂക്കിനെന്ന് വലിച്ചു വിട്ടു. അപ്പൊ ഞാൻ പൊക്കോട്ടെ? വീണ്ടും അത് തന്നെയാണ് അവൾ ചോദിക്കുന്നത്. ഐ ടോൾഡ് യു ടു ഗോ വൈഫി.
അത് കേട്ട് പെണ്ണി ഏന്തി വരിഞ്ഞ് അവന്റെ ചുണ്ടിൽ അമർത്തി മുത്തി. അവനും അവളെ വരിഞ്ഞ് മുറുക്കി. സ്റ്റിയറിംഗിൽ നിന്ന് മുഖമുയർത്തി നോക്കിയതും ശിവനാഥ് കാണുന്നത് തന്റെ ഫോണിൽ വേഗത്തിൽ എന്തോ ടൈപ്പ് ചെയ്യുന്ന ശ്രീനിവാസനെയാണ്. ഒപ്പം അയാളുടെ കണ്ണുകളും കലങ്ങിയിരുന്നു. എനിക്കുള്ള മറുപടി തരാതെ ആർക്കാ നീ മെസ്സേജ് അയക്കുന്ന ശ്രീനി? എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൈമാറിയതാണോ? നിനക്കെന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, സന്തോഷം. പക്ഷേ നീ തന്നെ അത് ചെയ്യണം, അതും നിന്റെ കൈകൊണ്ട്. എൻ്റെ ഈ ചങ്കിൽ തന്നെ ഒരു ബുള്ളറ്റ്, അത് മതി. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എൻ്റെ നാഥനെ നീ കൊന്നു? അതെവിടെയെങ്കിലും ജീവച്ചാമായിട്ടെങ്കിലും ഉണ്ടോ? എൻ്റെ അച്ഛനെ പോലെ കുറച്ചെങ്കിലും? കണ്ണോ, മൂക്കോ, കാലോ, കയ്യോ ഒന്നും വേണ്ട, ജീവൻ, അവൻ്റെ ശ്വാസം, അത് മാത്രം മതി. ഇടറിക്കൊണ്ട് പറഞ്ഞ ശേഷം ശിവനാഥ് കരഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന് അതിനേക്കാൾ ഉച്ചത്തിൽ ശ്രീനി പൊട്ടിക്കരഞ്ഞു. ശിവ, നിനക്ക് തോന്നുന്നുണ്ടടാ ഞാൻ അവരെ കൊല്ലുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അവരെ ഞാൻ കൊന്നിട്ടില്ലെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല. പകരം ഞാൻ എൻ്റെ ചങ്ക് പറിച്ച് നിന്റെ മുമ്പിൽ വെച്ചാൽ മതിയോ? ശിവനാഥ് ഒരു പിടപ്പോടെ ശ്രീനിവാസനെ നോക്കി. പെട്ടെന്നാണ് ജാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കാർ അവരുടെ കാറിന്റെ മുമ്പിലേക്ക് പാഞ്ഞേറി ബ്രേക്ക് ചെയ്ത്. ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് ജാൻ ഇറങ്ങിയ ശേഷം സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓടി കാറിന്റെ കോ ഡ്രൈവർ സീറ്റ് ഡോർ ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നിരുന്നു അവൻ. അപ്പോഴേക്കും ശിവനാഥ് മേനോനും ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിൽ നിന്ന് ഗാർഡ്സ് അപ്പോഴേക്കും ഓടി കാർ വളഞ്ഞിരുന്നു. ശ്രീനിവാസൻ ഡോർ തുറക്കുന്നതിന് മുന്നേ തന്നെ ജാൻ ഡോർ വലിച്ചു തുറന്നു. ശേഷം ശ്രീനിവാസന്റെ ഷർട്ടിന്റെ കോളിൽ പിടിമുറുക്കി അയാളെ പുറത്തേക്ക് വലിച്ചിറക്കി. ഉണ്ണിക്കുട്ടാ മോനെ. പകർച്ചയോടെ ശ്രീനിവാസൻ ജാനെ നോക്കി വിളിച്ചു. Don't call me that anymore. നിങ്ങൾക്ക് വായ തുറക്കാനുള്ള സമയം ഞാൻ തരും. അപ്പം മാത്രം വായ തുറക്കുക. ചുണ്ടിൽ ചൂണ്ടുവിരൽ ചേർത്ത് ശബ്ദമുണ്ടാക്കി മുരളും പോലെ അവൻ പറഞ്ഞു നിർത്തി. ശ്രീനിവാസന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ജാൻ പിടിച്ചു വാങ്ങി. ശേഷം ഗാർഡ്സിന് നേർക്ക് അയാളെ വലിച്ചെറിഞ്ഞു. ഫോളോ മൈ കാർ. അത്രമാത്രം ഗാർഡ്സിന് നിർദ്ദേശം നൽകി ശിവനാഥ് മേനോന്റെ കൈയും പിടിച്ചവൻ തന്റെ ഡിഫൻഡറിനടുത്തേക്ക് നടന്നു. ജാന്റെ കാർ നേരെ പോയത് പഴയൊരു ക്വാറിയിലേക്കാണ്. യമ്മാനിയം എന്ന പേരുള്ള പ്രവർത്തനരഹിതമായ ജയേന്ദ്ര മേനോന്റെയും രാമഭദ്ര മേനോന്റെയും പഴയ ക്രഷറായിരുന്നു അത്. അവിടെ പാറ പൊട്ടിക്കാനും പൊടിക്കാനും വേണ്ടുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന വലിയൊരു ഗോഡൌൺ ഉണ്ട്. അതിനടുത്തേക്ക് തന്റെ കാറ് പാർക്ക് ചെയ്ത് ഞാൻ കാറിൽ നിന്നിറങ്ങി. ഉണ്ണിക്കുട്ടാ, എന്താടാ ഇവിടെ? ശിവനാഥ് ഒരു പകപ്പോടെ ചോദിച്ചു. ഇതിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ഡാഡിക്ക് അറിയില്ലേ? ശിവനാഥ് മുഖം താഴ്ത്തി. രാമഭദ്രനും ജയേന്ദ്രനും ബിസിനസ്സിൽ പച്ച പിടിച്ചു തുടങ്ങിയത് ഈ ക്രഷർ യൂണിറ്റിൽ നിന്നുമാണ്. അവിടുന്ന് ഇങ്ങോട്ട് തങ്ങളുടെ വളർച്ചയിലും വിലങ്ങുതടിയായി നിന്ന ശത്രുക്കളെ നല്ല നടത്തം പഠിപ്പിക്കാനും നേർവഴി കാണിച്ചു കൊടുക്കാനൊക്കെ ആരും അറിയാതെ ഈ ഗോഡൌണിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു ഈച്ചക്കുഞ്ഞു പോലും വരാത്ത വിജനമായ സ്ഥലം. പാറയുടെ ആത്മാവ് വരെ തുരഞ്ഞു പൊട്ടിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട് ആഴമേറിയ കുളവും അതിലെ നിലയില്ലാത്ത വെള്ളവും എല്ലാ വിജനമായ സ്ഥലത്തിന് ഭീതി പരത്തി. ഈ കോമ്പൗണ്ടിൽ തന്നെ പണ്ട് ലോഡ് എടുക്കാൻ വരുന്ന ലോറിക്കാർക്ക് പാസ് അടിച്ചു കൊടുക്കാനും മറ്റുമായി നിർമ്മിച്ച ഓഫീസ് റൂമും സ്റ്റാഫുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനും അതിനോട് ചേർന്നൊരു ചെറിയ വീടുമൊക്കെ ഉണ്ട്. എല്ലാം ഇപ്പോൾ ഉപയോഗശൂന്യം. ഗോഡൌണിലേക്ക് കയറിയതും ഒരു ചെയർ വലിച്ചിട്ട് ശ്രീനിവാസനെ നോക്കി ജാൻ. സിറ്റ് ഡൗൺ. അവന് നുരഞ്ഞു പൊന്തിയ ദേഷ്യ രണ്ടു വാക്കിൽ പ്രകടമായിരുന്നു. ശ്രീനിവാസന്റെ മുഖത്തൊരു വരണ്ട ചിരിമിന്നി. അയാൾ അതിലേക്ക് ഇരുന്നു. മറ്റൊരു ചെയർ വലിച്ചിട്ട് ജാൻ അതിലേക്ക് കാലിന് മുകളിൽ കാൽ മടക്കി വെച്ച് ചാരിയിരുന്നു. അവന്റെ നോട്ട് ശ്രീനിയുടെ കണ്ണുകളിൽ തറഞ്ഞെന്നും ആ മുഖത്തേക്ക് നോക്കിയ ശ്രീനിവാസൻ ജാനിൽ കണ്ട നാഥിനെ തന്നെയാണ്. ജാൻ തന്റെ വാച്ചിലേക്ക് നോക്കി. സ്പീക്ക് നൗ. യാത്രക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള അത്യാവശ്യ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് നീലാംബരി. താഴേക്ക് എത്തിയതും കണ്ടു എല്ലാവരും ഹാളിൽ തന്നെയുണ്ട്. അപ്പൊ പുരുഷ കേസരി ഞാൻ മാത്രമേ ഉള്ളൂ. കനകം, ക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കുള്ള സമയാ. കൂടെ നടന്നോണം. കണ്ടവരുടെ വായി നോക്കി നടന്ന അപ്രതീക്ഷാവരുത്. ജയേന്ദ്രൻ കനകത്തെ നോക്കി പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് നിർമ്മലെ നോക്കിയെന്ന് ചിരിച്ചു. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ കാണാതെ പോയ ഞാൻ തെരഞ്ഞു പിടിക്കാൻ വരില്ല. ആ വഴിക്ക് അങ്ങ് പൊക്കോണം. വൃശ്ചിക മാസം തീർത്ഥാടനത്തിന് നല്ല സമയ. പൊക്കോ. കനകവും വിട്ടുകൊടുത്തില്ല. മരുമോനില്ലായിട്ടാവും. കോമഡിക്കൊന്നും ഒരു ഉഷാറില്ലല്ലോ. നീലാംബരി മോളെ, ഈ വയസ്സായിട്ട് കൂടെ വരാൻ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? സ്റ്റേർ ഇറങ്ങി ഒരു നീലാംബരി കണ്ട് ജയേന്ദ്രൻ ചോദിച്ചു. അതിനുള്ള മറുപടി പറഞ്ഞ മാധവിയാണ്. നീലാംബരി കമ്പനി എടുക്കാൻ എന്റെ ആദിമോനുണ്ട്, അവനും വരുന്നുണ്ട്. ശ്രീരാജന് ഡ്രൈവിംഗിൽ ഒരു സഹായമാവും. അല്ലെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ രണ്ടുപേരും മാറി തിരിഞ്ഞ് വണ്ടി ഓടിക്കാനുള്ള നല്ലതല്ലേ? മാധവി പറഞ്ഞ കനകം മുഖം കൂർപ്പിച്ചു. അതിനിവിടെ ഡ്രൈവർമാരുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാ. പിന്നെ നീയും വരുന്നു എന്നുള്ള കാര്യം ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെയാ നിന്റെ മോൻ. അല്ല, നിന്റെ മോൾ ഇവിടെ ഒറ്റക്കല്ലേ? എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? ശ്രീനിയേട്ടനുണ്ടല്ലോ, അത് പോരെ. പിന്നെ ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ണിക്കുട്ടനൊക്കെ ഇല്ലേ? എന്തേലും ഉണ്ടെങ്കിൽ അവൻ നോയിക്കോളും. മാധവി ഗർവോടെ പറഞ്ഞു. നീലാംബരിയുടെ മുഖമൊന്ന് കൂർത്തു. പെട്ടെന്നാണ് ആദിത്യൻ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങിയത്. കാറിൽ വെക്കാനാണ്.
ഇങ്ങ് തന്നേക്ക് വേണ്ടേ. അവന് കിറിക്കൂടി സംസാരം കേട്ട ആളവനെ തുറിച്ചൊന്ന് നോക്കി. അങ്ങ് കൊടുത്തേക്ക് നീലാംബരി, എന്താവശ്യമുണ്ടെങ്കിൽ ആദിമോനോട് പറഞ്ഞാൽ മതി. നിനക്ക് നിന്റെ ഉണ്ണിയേറ്റനെ പോലെ തന്നെ അവനെ കാണാം. ആദിക്ക് സപ്പോർട്ടായി മാധവി പറയുമ്പോൾ നീലാംബരി മുഖത്ത് ഗൗരവം നിറച്ച് മറുപടി കൊടുത്തു. എന്റെ ഉണ്ണിയേട്ടൻ പകരാവാൻ എനിക്ക് തൽക്കാലം മറ്റാരുടെ ആവശ്യമില്ല ആന്റി. കൂടെ ഇല്ലെങ്കിൽ ഉള്ള പോലെ തന്നെയാ. മാൻഷനിൽ നിന്ന് എല്ലാവരും പുറപ്പെട്ടു. ജയേന്ദ്രനാണ് കാർ ഡ്രൈവ് ചെയ്ത്. കോ ഡ്രൈവർ സീറ്റിൽ ആദ്യമുണ്ട്. പുറകിൽ കനകവും നീലാംബരി ഇരിക്കുമ്പോൾ ഏറ്റവും പുറകിലായി മാധവിയും നിർമ്മലാമയും സ്ഥാനം പിടിച്ചു. ജാന്റെ ഫോണിലേക്ക് ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്ത ശേഷം ഫോൺ തന്നെ ചെറിയ ഹാൻഡ് ബാഗിലേക്ക് ഇട്ടു നീലാംബരി. തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിളിൽ നിന്നുമാണ് ഭക്തിയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ കാറിൽ കയറിയപ്പോഴാണ് തന്റെ ഫോണിൽ വന്ന ആ ഇമ്പോർട്ടന്റ് മെസ്സേജ് ആദിത്യൻ ശ്രദ്ധിക്കുന്നത്. വായിച്ചതും ആദിയുടെ മുഷ്ടിയിലുണ്ട്. ദേഷ്യവും ആകുലതയും ആശ്ചര്യവും കൂടിക്കലർന്ന ഭാവമായിരുന്നു ആദിത്യനിൽ. കാറിലേക്ക് കയറാൻ വന്ന മാധവിയെ ആദിത്യൻ പിടിച്ചു നിർത്തി. മമ്മി, ഞാൻ നിങ്ങൾക്കൊരു പണി തരട്ടെ, നിങ്ങളത് മിന്നിക്കോ? ഇത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെ. കേൾക്കട്ടെ, കൊള്ളാമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. ഒരു ചിരിയോടെ ആദിത്യൻ അവരുടെ ചെവിയിൽ രഹസ്യമായി കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ മുഖത്തും ഗൂഢമായ ഒരു ചിരി മിന്നി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ശ്രീനിവാസൻ അപ്പോഴും കണ്ണുനീർ വാർത്തല്ലാതെ ഒരക്ഷരം ഉരിയാടിയില്ല. ഇടയ്ക്ക് വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരം ഒരു ബോട്ടിൽ വെള്ളം ഗാർഡ്സിൽ ഒരാൾ കൊണ്ടുകൊടുത്തിരുന്നു. മിസ്റ്റർ ശ്രീനിവാസൻ, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ഷമയോടെ ഇരുന്നത് ഒരു മര്യാദയുടെ പുറത്ത് മാത്രമാണ്. നിങ്ങളുടെ അറിവോടെ നടന്ന കൊലപാതകത്തിന്റെ ചുരുളിൽ എനിക്ക് അറിഞ്ഞേ തീരൂ. ഇനി ഞാൻ പറയുകയല്ല ഉണ്ടാവുക. നിങ്ങൾ ഞങ്ങൾക്ക് ആരായിരുന്നു എന്നുള്ളത് ഞാനങ്ങ് മറക്കും. ജാൻ ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി. ശിവനാഥ് മേനോൻ അയാൾ കേൾക്കാനെന്നോണം അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നാദിന്റെ മരണമാണെങ്കിൽ ആദ്യം മുതലുള്ള ഞാൻ പറഞ്ഞാലേ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവൂ. ഞാനും അവനെ ഒരുമിച്ച്. ശ്രീനിവാസൻ പറഞ്ഞു തുടങ്ങിയതും ജാൻ കൈയുയർത്തി അയാളെ തടഞ്ഞു. ശ്രീനിവാസൻ ശിവനായ കഥ എനിക്കറിയാം, പറഞ്ഞു കൂടുതൽ ബുദ്ധിമുട്ടുണ്ട. നാദെങ്കിൽ വീണ് തിരുവനന്തപുരത്തേക്കും മടങ്ങിപ്പോയ ശേഷം നിങ്ങൾ എപ്പോഴാണ് അവിടേക്ക് പോയത്? എന്തിനു പോയി? ആരുടെ കൂടെ പോയി? എന്താണ് അവിടെ നടന്നത്? ഇഫ് യു ക്യാൻ കൺവിൻസ് മീ വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ടു മച്ച് ഡീറ്റെയിൽസ്, ഡു സോ. അല്ലാതെ എനിക്ക് നിങ്ങളുടെ ഡ്രാമ കേൾക്കാൻ താല്പര്യമില്ല. ഫാസ്റ്റ്. ജാനി ശിവനാഥ് മേനോനെ അയാൾ മാറി മാറി നോക്കി. 3 മാസക്കാലം ഞാനും നാഥും പ്രേമന്റെ വീട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഉത്സവക്കാലമായതുകൊണ്ട് അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും രാവോ പകലോ ഇല്ലാതെ ഞങ്ങൾ കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ബിസിനസ്സിൽ പെട്ടെന്നൊരു ലോസ് ഉണ്ടായത്. ഒരു അമേരിക്കൻ കമ്പനി എൻ്റെ കമ്പനിയായിട്ട് ചേർന്ന് ചെയ്യാനിരുന്ന കോടികളുടെ ഡീൽ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത പ്രകാരം എനിക്ക് അത്യാവശ്യമായിട്ട് അമേരിക്കയിലേക്ക് പോവേണ്ടി വന്നു. വല്ല വിധേനയോ ഞാനന്ന് നാദിനെ തിരികെ എറണാകുളത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം അമേരിക്ക തന്നെയായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് നാദിൻ്റെ കാറ് തകർന്നതിൽ കണ്ടുകിട്ടിയതും നാദിനെ കാണാനില്ലെന്നറിഞ്ഞു. ശിവയാണ് അതിന് പിന്നിലെന്ന തരത്തിൽ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയതും അതറിഞ്ഞുടനെ ഞാൻ നാട്ടിലെത്തി. അപ്പോഴും നാദ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ലായിരുന്നു. വീണ്ടും ഒരു യാത്ര പോയെന്ന് മാത്രമേ രാമച്ചേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. ശിവയുടെ നേർക്കുള്ള ശത്രുക്കളുടെ ആക്രമണവും അവന് നേരെയുള്ള ന്യൂസ് ലീക്കാതിരിക്കാനുള്ള ശ്രമങ്ങളുമായി ഞാനും രാമച്ചനും തിരക്കിലായി. മാസങ്ങൾ കഴിഞ്ഞ് രാമച്ചൻ നാഥിനെ അന്വേഷിച്ചിറങ്ങി തിരിച്ചു. അന്നൊക്കെ ഞാൻ കൈലാസം വീട്ടിൽ ഒറ്റക്കായിരുന്നു താമസം. അങ്ങനെയൊക്കെ ഒരു ദിവസം നിർമ്മലാമ്മ മാൻഷനിലും തിരികെ കൈലാസത്തിലെത്തി. അവസാനം തങ്ങിയിടത്തേക്കാണ് നാഥ് തിരികെ പോയതെന്നും അവിടെ ഏതോ ഒരു പെണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നവരെ തോന്നിയെന്നും നിർമ്മലാമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കും പ്രേമിനെ കുറിച്ചുള്ള ഓർമ്മ വന്ന്. ആ വഴി കൂടി അന്വേഷിക്കാമെന്ന് കണക്കൂട്ടി ഞാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. പ്രേമന്റെ വീട്ടിൽ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു. പ്രേമനും രാമച്ചനോട് ഡാൻസ് പഠിപ്പിക്കുന്ന രാമനേന്ദ്ര മാഷും ഭദ്രയുടെ വീട്ടിലെ കാര്യസ്ഥനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അവർക്ക് നാദിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം കേട്ട് കഴിഞ്ഞ് എനിക്ക് സഹിച്ചില്ല. ഒന്നും അറിയാത്ത പോലെ ഞാൻ അവർക്കൊപ്പം കൂടി. ഭദ്ര പ്രസവിച്ച ദിവസം രാമാനുജനെ ഞാൻ തല്ലി അവശനാക്കി. പക്ഷെ അയാൾ ഓടി രക്ഷപ്പെട്ടു. പ്രേമനും രാമച്ചനും സഞ്ചരിച്ച കാറിൽ ഞാൻ ലോറി ഇടിച്ചു കയറ്റി. രണ്ടുപേരെയും 2 ഹോസ്പിറ്റലിൽ എത്തിച്ച ഞാനാ. രാമാനുജനെ കുറിച്ച് ഞാൻ വീണ്ടും അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് അയാൾ പാമ്പടിയേറ്റ് മരിച്ചു എന്ന വാർത്തയാണ്. ഞാൻ രാമാനുജനെ ആക്രമിക്കുന്നുണ്ട് പേടിച്ച് നാടുവിട്ട രാമമാഷിനെ വർഷങ്ങൾ പിന്നിടുമ്പോൾ ആലപ്പുഴയിൽ വെച്ച് ഞാൻ അവിചാരിതമായിട്ട് കാണുന്നു. അയാളൊരു ലോഡ്ജിലായിരുന്നു താമസം. അവനെ അടിച്ചു കൊന്ന് ഞാൻ കെട്ടിത്തൂക്കി. ശോഭനെ ഞാൻ വെറുതെ വിട്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അവളെ വീണ്ടും കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അവളെ വണ്ടി ഇടിപ്പിച്ച എൻ്റെ ആൾക്കാരാ. എന്റെ നാദിനെ ഇല്ലാതാക്കിയവർക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ? അയ്യോ! അയാൾ ഇരുകയ്യാലെ തലക്കടിച്ച് ഉറക്കെ കരഞ്ഞു. അയാൾക്കൊപ്പം ശിവനാഥ് മേനോൻ കരഞ്ഞുപോയി. ഇനി പറ ശിവ, എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക? നീലാംബരി മോൾ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സത്യം. പക്ഷെ ഈയിടക്ക് മാധവി എന്നോട് ഒരു കാര്യം പറഞ്ഞു. നാദിന്റെ രഹസ്യക്കാരിയായിരുന്നു ഭദ്ര എന്ന്. ഭദ്രയുടെ മകളാണ് നീലാംബരി എന്ന്. പക്ഷേ ഭദ്രയുടെ മകൾ നാദിന്റെ ചോരയാണെന്ന് എനിക്കല്ലേ അറിയൂ. അന്നാ ഞാൻ നീലാംബരി മോളെ തിരിച്ചറിഞ്ഞ്. ഇന്ന് നീ പറയുമ്പോഴേ ശിവ, നിങ്ങളും നീലാംബരിയെ തിരിച്ചറിഞ്ഞു വരും ഞാൻ അറിയുന്നത്. അതാ കാറിൽ വെച്ച് ഞാനൊന്നും മിണ്ടാതിരുന്ന്. ശിവ, നീ എന്നോട് പൊറുക്കടാ. നിന്റെ അച്ഛനീ അവസ്ഥയിലാവാൻ കാരണം ഈ ഞാൻ തന്നെയാ. നീ എന്ത് ശിക്ഷ എന്നാലും
അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ ശിവ. വിളിക്ക്, പോലീസിനെ വിളിക്ക്. ഞാൻ എൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങിക്കോളാം. കണ്ണുനീർ വാർത്തുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു നിർത്തി. ശിവനാഥ് മേനോൻ ഒരു ദീർഘശ്വാസം എടുത്തു. തന്റെ സ്നേഹിതൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് അയാൾക്ക് തോന്നി. പക്ഷെ ഇരുവരെയും വീക്ഷിച്ചുകൊണ്ടിരുന്നവന്റെ വെള്ളാരം കണ്ണുകളിൽ പകയെരിഞ്ഞു. തുടരെയുള്ള കയ്യടി ശബ്ദം കേട്ടിട്ടാണ് ഇരുവരും മുഖമുയർത്തി ജാനെ നോക്കിയത്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് മിസ്റ്റർ ശ്രീനിവാസൻ. നിങ്ങളുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഗുഡ്. പക്ഷേ ചെറിയൊരു ചോദ്യം. രാമഭദ്രൻ അപ്പച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന 18-കാരൻ ആരായിരുന്നു? ആ ചോദ്യത്തിന് മുമ്പിൽ ശ്രീനിവാസൻ ഒന്ന് പതറി. വല്ലാത്തൊരു പരവേശം അയാൾ വന്ന് മൂടി. നിലത്തിരുന്ന ബോട്ടിൽ അവശേഷിച്ച ബാക്കി വെള്ളവും അയാൾ കുടിച്ചു തീർത്തു. മുന്നിലിരിക്കുന്നവൻ എങ്ങനെയാവും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായെന്നോർത്ത് അയാൾ കുഴങ്ങി. ജാന്റെ ചുണ്ടിൽ പകരുന്ന ചിരിമിന്നി. ഫാസ്റ്റ് മിസ്റ്റർ ശ്രീനിവാസൻ, ഇത് കഴിഞ്ഞ് എനിക്ക് മറ്റു പലരുടെയും കുമ്പസാരം കേൾക്കാനുള്ളതാ. ശിവനാഥ് അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും മാറി മാറി നോക്കി. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകാനിരിക്കുകയാണ്. കോളേജിൽ പഠിക്കുന്ന എൻ്റെ മോൻ ആദിത്യൻ ഒരു കഞ്ചാവ് കേസിൽ കുടുങ്ങിയത്. ഒപ്പം അവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരു പെണ്ണിനെ ഗ്യാങ് റേപ്പ് ചെയ്തു. അന്ന് ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ വിഷമിക്കുമ്പോഴാണ് എനിക്ക് രാമച്ചനെ ഓർമ്മ വന്ന്. അന്ന് കുറേ പണം വാരിയെറിഞ്ഞ ആദിത്യനെ ഞങ്ങൾ കേസിൽ നിന്ന് ഊരി. പക്ഷേ കോളേജിൽ തുടരാൻ പറ്റിയില്ല. കഞ്ചാവിന് അഡിക്റ്റായ ആദിത്യനെ കുറേ നാൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടു. എൻ്റെ അഭാവത്തിൽ അവിടെ നിന്ന് അവനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് സംരക്ഷിച്ചതും രാമച്ചൻ തന്നെയാണ്. നാദിനെ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴത്രയും രാമച്ചൻ്റെ ഒപ്പം അവനും ഉണ്ടായിരുന്നു. നാദിനെ അന്വേഷിച്ച് തിരുവനന്തപുരത്തേക്ക് ഞാൻ എൻ്റെ കാറിൽ തന്നെയാണ് പുറപ്പെട്ടത്. മഴയുള്ളൊരു രാത്രി. പക്ഷെ അതൊരു ഡിസംബർ മാസമായിരുന്നു. ഞാൻ പ്രേമൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും പാതിരാത്രി ആയിരുന്നു. എത്ര കഥകൾ തട്ടിയിട്ടും ആരും വാതിൽ തുറന്നില്ല. അപ്പോഴാ അവിടുത്തെ നൃത്തപ്പുരയിൽ നേരിയ വെളിച്ചം ഞാൻ കണ്ടത്. രാത്രി അവിടെ ആരാവെന്നറിയാതെ ഞാൻ അവിടേക്ക് നടന്നു. അപ്പോഴേക്കും അവരുടെ സംസാരവും ഞാൻ കേട്ടു തുടങ്ങി. മഴയായതുകൊണ്ട് അവർ അല്പം ഉച്ചത്തിലായിരുന്നു സംസാരം. പരിചയമുള്ള ശബ്ദം കൂടി കേട്ടതും മറഞ്ഞു നിൽക്കാൻ എനിക്ക് ആദ്യം തോന്നിയത്. ആരായിരുന്നു അവര്? ശിവനാഥ് മേനോനാണ് ചോദിച്ചത്. അത് രാമച്ചനും പ്രേമനും രാമാനുജനും രാമമാഷുമായിരുന്നു. അവര് ചർച്ച ചെയ്യുന്ന വിഷയം അന്നത്തെ ദിവസം രാത്രി എപ്പോഴോ നാഥിനെ ബലിക്കലിൽ ബലി നൽകിയതിനെ കുറിച്ചായിരുന്നു. ശിവനാഥ് മേനോൻ ഈ ചെവികളും പൊത്തിപ്പിടിച്ചു. ജാൻ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചു. ശ്രീനിയുടെ ഓർമ്മ പുറകിലേക്ക് സഞ്ചരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.